కేరళలో జరిగిన ఒక విషాద ఘటన మానవత్వానికి నిలువుటద్దంగా నిలిచింది. 10 నెలల చిన్నారి అలీన్ షెరీన్ అబ్రహాం రాష్ట్ర చరిత్రలోనే అతిపిన్న వయస్కురాలైన అవయవదాతగా నిలిచి అందరి హృదయాలను కదిలించింది. ఫిబ్రవరి 5న కొట్టాయం సమీపంలోని పల్లం వద్ద జరిగిన ఘోర రోడ్డు ప్రమాదంలో ఈ చిన్నారి తీవ్రంగా గాయపడింది. మెరుగైన చికిత్స కోసం కొచ్చిలోని అమృత హాస్పిటల్కి తరలించినప్పటికీ ఎంత ప్రయత్నించినా ఫలితం లేకపోయింది. చిన్నారి బ్రెయిన్ డెడ్ అయినట్లు వైద్యులు నిర్ధారించారు. ఆ పుట్టెడు దుఃఖంలోనూ పాప తల్లిదండ్రులు అరుణ్ అబ్రహాం, షెరీన్ ఆంజాన్ ఒక గొప్ప నిర్ణయం తీసుకున్నారు. తమ బిడ్డ తిరిగి రాని లోకాలకు వెళ్ళినా ఆమె అవయవాల రూపంలో ఇతరులకు ప్రాణం పోయాలని నిర్ణయించుకున్నారు. తల్లిదండ్రుల అంగీకారంతో కేరళ ప్రభుత్వం ఆధ్వర్యంలో అవయవదాన ప్రక్రియ జరిగింది. దీని ద్వారా చిన్నారి అలీన్ నలుగురికి పునర్జన్మ ప్రసాదించింది. ఈ ప్రక్రియ కోసం పోలీసులు ట్రాఫిక్ క్లియర్ చేసి సహకరించారు. 10 నెలల వయసులోనే నలుగురి ప్రాణాలను కాపాడిన ఈ చిన్నారి త్యాగం, ఆ తల్లిదండ్రుల గొప్ప మనసు నిజంగా ప్రశంసనీయం. ഞാൻ ബിലീവേഴ്സ് ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ചെത്തിപ്പുഴ ആശുപത്രിയിൽ ആംബുലൻസ് വന്ന് ഡോറ് തുറന്നു നോക്കുമ്പം 2 നേഴ്സസ് മുട്ടുകുത്തി നിന്ന് കുട്ടി അനങ്ങാത്ത രീതിയിൽ, ചലിക്കാത്ത രീതിയിലാണ് ആശുപത്രി കൊണ്ടുവന്നത്. അത്ര കെയർ അവിടെ മുതൽ കിട്ടി. അവിടുന്ന് ബിലീവേഴ്സ് ആശുപത്രിയിൽ നല്ല ചികിത്സ ലഭിച്ചു. പക്ഷെ അവർക്കും പിടിയിൽ നിൽക്കുന്ന രീതിയിലല്ലാത്തത് കൊണ്ട് ഇനിയും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല, തള്ളുക എന്നുള്ള നിലയിലേക്ക് വന്നപ്പോഴാണ് ഒരു ചോയ്സ്. കേരളത്തിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട ചികിത്സ കിട്ടുമെന്നോർത്താണ് എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. അവരവിടുന്ന് ആംബുലൻസ് വന്ന് കൊണ്ടുപോയായിരുന്നു. പക്ഷെ അവരും യാതൊരു പ്രതീക്ഷയൊന്നും പറഞ്ഞില്ല. പിന്നെ നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയാണ് എറണാകുളത്തേക്ക് പോയി അവിടെ ചികിത്സ നേടി. ജയിച്ചില്ല, അത് നമ്മുടെ കഷ്ടകാലം. പക്ഷെ അതിനെ അങ്ങനെ ഞാൻ ഒപ്പം കാണുന്നില്ല. ഇത് പോകുമെന്നുള്ള ഉറപ്പായി. പക്ഷെ അത് അന്നേരം കഷ്ടമെന്ന് തോന്നിയെങ്കിലും ഇപ്പം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു കുട്ടി പോകുമ്പം 5 കുട്ടികൾ ലോകത്ത് അവളുടെ അവയവം വെച്ച് ജീവിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പുതിയ 5 കുട്ടികൾ വരികയാണ്. അതെ. എന്തായാലും അതൊരു വലിയ ധീരമായ തീരുമാനമാണ്. അല്ല, അങ്ങനെ ധീരമൊന്നും പറയാൻ, അങ്ങനൊന്നും വലിയ ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. ഇത് യാദൃശ്യമായിട്ട് വന്നു, യാദൃശ്യമായിട്ട് സംഭവിച്ചു. ഇപ്പം അത് വലിയ സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നു. പക്ഷെ അത് ഞങ്ങളുടെ ക്രെഡിറ്റ് അല്ല. ഞങ്ങളുടെ ഒരു കുട്ടി പോയി എന്നുള്ളത് പറയുമ്പം പൊതുമണ്ഡലം പറയുന്നത് ഇത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. അല്ലാതെ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ കണ്ണുദാനം ചെയ്തു, മറ്റേ ഓർഗൻസ് കൊടുത്തു എന്നുള്ളത്. അപ്പം അതും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അനുഭവം. ഞങ്ങളെ വിളിക്കുന്ന പ്രമുഖർ, നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും നമ്മളെ നേരിട്ട് വിളിക്കുക. ഗവൺമെന്റിന്റെ തീരുമാനമാണ് സത്യത്തിൽ ഈ ഓർഗൻ പെട്ടെന്ന് ആ ഒരു സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്തു. അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനിയും ഇത് പലർക്കും അത് ഒരു പാഠം അല്ല, ഒരു ആകുന്നെങ്കിൽ ഒരു എന്തായാലും പറയുന്നത് നമ്മുടെ കുഞ്ഞിലൂടെ മറ്റു 5 കുഞ്ഞുങ്ങൾ ദീർഘായുസ്സായിട്ട് ജീവിക്കും. എന്നാല് ഈ കുടുംബം ഏറ്റവും ഒരു സഹായത്തിൻ്റെ ഒരു ഹസം കുഞ്ഞിലെ മുതലേ ഉള്ളതാണ്. കുഞ്ഞിലെ മോൻ വളർന്നു വരുമ്പം തൊട്ട് റെജി ഷാമൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഇതിലും വളർന്നു വരുമ്പം തൊട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പലയിടത്തും പോയി പല അപകടങ്ങൾക്കും ഞങ്ങൾ സാക്ഷി വഹിച്ചിട്ടുണ്ട്. പിന്നെ മുങ്ങിക്കിടന്ന് വരെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കാലൊടിഞ്ഞവർ, ഇങ്ങനെ ആരെയായാലും കണ്ടാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ഒരു സഹായം ചെയ്യുന്നൊരു വ്യക്തിയായവൻ. അപ്പോൾ അവൻ്റെ മോന് ഇങ്ങനൊരു സംഭവം ചെയ്തതിൽ അവൻ്റെ ധീരത ഭയങ്കര
നല്ല കപ്പാസിറ്റി അതിൻ്റെ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇത്രയും. മോനെ കൊണ്ടും പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ദാനം കൊടുക്കാൻ. അവയവദാനം കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. വേർപാട് വേറെ. കുഞ്ഞ് ഏറ്റവും സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അതാ പറഞ്ഞ അതിപ്പം സന്തോഷമായിട്ട് ആരുടെയും ഒരു കുഞ്ഞിന് വേണ്ടി അത് ജീവിക്കുന്നെന്ന് അറിയുമ്പോൾ നമുക്കൊരു നമ്മുടെ ഏതായാലും നഷ്ടപ്പെട്ടു. മറ്റു പല കുഞ്ഞുങ്ങളോട് ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ അതേ ആയിരിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. എന്നാലും ഭാവന ഞങ്ങൾ വിളിക്കുന്ന മോനെ, അവന് ഇത്രയും നല്ല കപ്പാസിറ്റി ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മല്ലപ്പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഭവനം എല്ലാവർക്കും മാതൃകാപരമായ ഒരു ഭവനമാണ്. ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നേരിട്ടതിൽ ഞങ്ങൾ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഈ കുരുന്നു കുഞ്ഞിൻ്റെ അവയവദാനം മഹാദാനമായിട്ട് കണ്ടുകൊണ്ട് 5 കുരുന്നുകൾക്ക് ജീവൻ കൊടുക്കുവാൻ വേണ്ട ആ കുടുംബം എടുത്ത തീരുമാനം നമ്മുടെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരട്ടെ. അങ്ങനെ തീരും, അങ്ങനെ പ്രത്യാശിക്കുന്നു. ഈ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ഭവനത്തോടൊപ്പം ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ മഹാദാനത്തിൽ ഞാനും പങ്കാളികളാകുന്നു. ഈ അവസരത്തിൽ എനിക്കും പറയുവാനുള്ളത്, എനിക്കിങ്ങനെ ഒരു അന്ത്യം വരുവാണെങ്കിൽ അവയവദാനം കൊടുക്കാൻ ഞാനും സന്നദ്ധനാണ്.